രഞ്ജി ട്രോഫിയിൽ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് നയിക്കും. ജനുവരി 22-29 തീയതികളിൽ മുംബൈ, ഛത്തീസ്ഗഡ് എന്നീ ടീമുകൾക്കെതിരെയാണ് ഹൈദരാബാദിന്റെ മത്സരങ്ങൾ. ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് പുതിയ ക്യാപ്റ്റനായി സിറാജിനെ നിയമിച്ചിരിക്കുന്നത്. പരിചയസമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിറാജിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകിയത്. അണ്ടർ-19 ഏകദിന ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ യുഎസ്എക്കെതിരെ വിജയത്തോടെ ഇന്ത്യൻ ടീം തുടക്കമിട്ടു എങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ ആരാധകർ നിരാശരാണ്. DLS നിയമപ്രകാരം 96 എന്ന ചെറിയ വിജയലക്ഷ്യം മറികടക്കാൻ ഇന്ത്യ 4 വിക്കറ്റാണ് നഷ്ടമാക്കിയത്. 42 റൺസുമായി പുറത്താകാതെ നിന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിച്ച അഭയാൻ കുണ്ടുവിന്റെ ബാറ്റിംഗ് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയുടെ മറ്റു ബാറ്റർമാർ ബാറ്റിംഗിൽ പതറുന്ന കാഴ്ചയാണ് മത്സരത്തിൽ കണ്ടത്. ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ പതറിപ്പോയ മത്സരത്തിൽ ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് ബാറ്റിംഗിൽ ലഭിച്ചില്ല. ഏറെ പ്രതീക്ഷ വെച്ച വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാൻ ആരാധകർക്ക് കഴിയാതെയും പോയി. രണ്ടക്കം പോലും കാണാതെ വെറും 2 റൺസിൽ വൈഭവ് സൂര്യവംശി പുറത്തായപ്പോൾ വേദാന്ത് ത്രിവേദിയും വൈഭവിന്റെ പാത തുടർന്ന് 2 റൺസിന് പുറത്തായി. ക്യാപ്റ്റൻ ആയുഷ് മേത്രയും വിഹാൽ മൽഹോത്രയും രണ്ടക്കം കടന്നുവെങ്കിലും 19-18 റൺസുകളാണ് താരങ്ങൾ നേടിയത്. മികച്ച ഫോമിലുള്ള മലയാളി താരമായ ആരോൺ ജോർജിനെ ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബെഞ്ചിൽ ഇരുത്തുകയും ചെയ്തു. ആദ്യ മത്സരത്തിൽ യുഎസ്എക്കെതിരെ ബൗളിംഗിൽ മികവ് ഇന്ത്യ കാട്ടിയെങ്കിലും ബാറ്റിംഗിൽ ഇന്ത്യക്ക് ആശങ്ക നിലനിൽക്കുകയാണ്.